പെരുമ്പാവൂർ ചേലാമറ്റം കോട്ടയിൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമുറ്റത്ത് വിഷുക്കാലത്തിന് മുൻപേ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഭക്തർക്കും നാട്ടുകാർക്കും ഒരുപോലെ കൗതുക കാഴ്ചയാകുന്നു. കാലാവസ്ഥ വ്യതിയാനവും അന്തരീക്ഷ താപനിലയിലുണ്ടായ വർധനവുമാണ് പ്രകൃതിയുടെ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റിച്ചുകൊണ്ട് ഇത്തവണ നേരത്തെ കൊന്നപ്പൂക്കൾ വിരിയാൻ കാരണമായതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ കണ്ടെത്തൽ. പ്രകൃതിയുടെ ഈ അപൂർവ വിരുന്നിനെ ആവേശത്തോടെ ഏറ്റെടുത്ത ഭക്തർ പൂത്തുനിൽക്കുന്ന കണിക്കൊന്നയ്ക്കൊപ്പം ചിത്രങ്ങളും വീഡിയോകളും പകർത്തിയാണ് മടങ്ങുന്നത്. സാധാരണയായി മീനമാസം പകുതിയോടെ മാത്രം പൂവിട്ട് കാണാറുള്ള കണിക്കൊന്നകൾ ഇത്തവണ വളരെ നേരത്തെ പൂവിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് പലയിടത്തും. പെരുമ്പാവൂർ ചേലാമറ്റം കോട്ടയിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രമുറ്റത്ത് വിഷുക്കാലത്തിന് മുൻപേ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഭക്തർക്കും നാട്ടുകാർക്കും ഒരുപോലെ കൗതുക കാഴ്ചയാകുന്നു. ക്ഷേത്രത്തിന്റെ പിൻവശത്തായി സർപ്പസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന കൊന്നമരം ഒരാഴ്ചയിലേറെയായി സ്വർണ്ണവർണ്ണത്തിൽ വിരിഞ്ഞു നിൽക്കുകയാണ്. വിഷുവിന് മുന്നോടിയായിട്ടാണ് സാധാരണ പൂക്കാറുള്ളത്. ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ നല്ല ചൂട് വേണം ശരിക്കും പറഞ്ഞാൽ കൊന്ന പൂക്കാനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന ഒരു 3-4 കൊല്ലമായിട്ട് ഈ ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഭഗവത് സന്നിധിയിൽ നേരത്തെ കൊന്നപ്പൂക്കൾ വിരിയാൻ കാരണം കാലാവസ്ഥയിലെ മാറ്റങ്ങളും മണ്ണിലെ ഈർപ്പത്തിന്റെ വ്യതിയാനവുമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. സസ്യങ്ങൾ പൂവിടുന്നതിനാവശ്യമായ പകൽ വെളിച്ചത്തിന്റെ ദൈർഘ്യത്തിൽ വ്യത്യാസം വരുന്നത് അവയുടെ സ്വാഭാവികമായ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റാൻ കാരണമാകുന്നുണ്ട്. പ്രകൃതിയുടെ ഈ മാറ്റം കൗതുകമുണർത്തുന്നതാണെങ്കിലും വിഷുക്കാലമാകുമ്പോഴേക്കും കണിവെക്കാൻ പൂക്കൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഈ കാഴ്ച ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. പൂത്തുവിടർന്നു നിൽക്കുന്ന കണിക്കൊന്നയോടൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോ റീൽസുകളും ചിത്രീകരിച്ചാണ് പലരും മടങ്ങുന്നതെന്ന് ക്ഷേത്രം മേൽശാന്തി കൂവപ്പടി ചെറുകുട്ടമന PS ജയദേവൻ പോറ്റി പറഞ്ഞു. ഇവിടെ ധാരാളം ഭക്തർ വന്ന് ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോകാറുണ്ട്. ഇനി വിഷു ആകുമ്പോഴത്തേനും ഇത് ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം 1 മാസത്തോളം ഇനിയിപ്പോൾ വിഷു ആകാനായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ഉമ്മി വരാണ്ട് നെയ്ക്കിനോട് മിണ്ടില്ല. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനപ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.